പ്രിയപ്പെട്ടവരെ, ശാലോം ടി വി ഒരുക്കുന്ന മദർ ഓഫ് ഗോഡ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ തീർത്ഥാടനം തുടരുകയാണ്. മേരിയുമൊത്തുള്ള തീർത്ഥാടനം. യേശുവിനെ അന്വേഷിച്ച് ആ യേശു നൽകിയിരിക്കുന്ന വചനത്തിൽ ജീവൻ കണ്ടെത്തി തീർത്ഥാടക സഭയിലെ അംഗങ്ങളായ നമ്മളെല്ലാവരും ഒന്നിച്ച് യാത്ര ചെയ്യുകയാണ്. കഴിഞ്ഞ യാത്രയിൽ നാം കണ്ടു പരിശുദ്ധ അമ്മയോടുള്ള ഏറ്റവും ഉദാത്തമായ ഭക്തിപൂർവം നാം ചെല്ലുന്ന ജപമാലയുടെ പ്രാധാന്യം എത്രമാത്രമുണ്ട്. ജപമാല നമ്മുടെ ക്രൈസ്തവ ജീവിതത്തെ എത്രമാത്രം സഹായിക്കുന്നു. ക്രിസ്തു കേന്ദ്രീകൃതമായ ജപമാല ഓരോ കുടുംബത്തിലും ചെല്ലുമ്പോൾ അവിടെ യേശുവിൻ്റെ സമാധാനവും സന്തോഷവും വന്നു നിറയുന്നു. ഈ ഒരു സത്യം നാം അറിയുകയും പ്രഘോഷിക്കുകയും ചെയ്യുകയായിരുന്നു. ഇന്ന് നമുക്ക് മറ്റു ചില മരിയൻ തീമുകളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. നമുക്കറിയാം, മരിയൻ തലം എന്ന് പറഞ്ഞാൽ മേരിയുടെ ആ ജീവിതം തിരുസഭ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതാണ്. അവിടെ തിരുസഭയുടെ മിഷൻ പ്രവർത്തനവും ഓരോ ആതുര ശുശ്രൂഷയും അതുപോലെ തന്നെ കുദാശ കർമ്മങ്ങളും ഇതിലെല്ലാം പരിശുദ്ധ അമ്മയുടെ സഹകരണവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥവും നമ്മൾ കാണുന്നുണ്ട്. ഈ ഭക്തി ക്രൈസ്തവരിൽ ആദിമ നൂറ്റാണ്ട് മുതൽ ഉണ്ടായിരുന്നു എന്ന് പാരമ്പര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പാരമ്പര്യത്തിലൂടെ ഇത് വളർന്നു വന്നത് പല രൂപങ്ങളിലും ഭാവങ്ങളിലുമാണ്. അതായത് കലാരൂപങ്ങളിലും കവിതകളിലും സങ്കീർത്തനങ്ങളിലും മേരിയെ സംബന്ധിച്ചിട്ടുള്ള വിവിധ തരത്തിലുള്ള എഴുത്തുകളിലും എല്ലാം ഈ മരിയൻ ഭക്തി തലമുറകൾക്ക് കൈവന്നു വന്നു. അപ്രകാരമാണ് നമുക്കും ഇത് ലഭിച്ചിരിക്കുന്നത്. കല തിരുസഭയുടെ വളർച്ചയ്ക്കും തിരുസഭയുടെ ഭക്തിയുടെ ആ വളർച്ചയ്ക്ക് വളരെയധികം സഹായിച്ചിട്ടുണ്ട്. നമുക്കറിയാം, കല എന്നത് ദൈവത്തിൻ്റെ ഒരു പ്രത്യേക ദാനമാണ്, മനുഷ്യർക്ക് മാത്രമായി നൽകപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ടാണല്ലോ നമ്മൾക്ക് ഭാവന നൽകിയിരിക്കുന്നു. ആ ഭാവനയും മനുഷ്യൻ്റെ സർഗശക്തിയും ഒന്നിച്ചു കൂടുമ്പോൾ കലാരൂപങ്ങളായിട്ട് മാറുന്നു. അത് ചിത്രമാകാം, അത് രൂപങ്ങളാകാം, ഛായകളാകാം, ഐക്കൺസ് ആകാം, എന്തുമാകാം. അപ്പോൾ തിരുസഭ ആരംഭം മുതലേ മനുഷ്യവിശ്വാസത്തെ ഈ കലകളിലൂടെയും തങ്ങളുടെ കഴിവുകളുടെ വികാസത്തിലൂടെയും കാണിക്കുന്നതായിട്ട് നമ്മുടെ സഭാ പാരമ്പര്യം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതിലെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ചിത്രങ്ങളും രൂപങ്ങളും. പലപ്പോഴും നമ്മുടെ സഭയിൽ തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു വസ്തുതയും കൂടിയാണ് ഈ ചിത്രങ്ങൾ, രൂപങ്ങൾ. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഈ കലാരൂപം മനുഷ്യ മനസ്സിൻ്റെ ഭാഗ്യമായ ഒരു പ്രകടനമാണ്. മനുഷ്യൻ്റെ ഭാവന അതിൻ്റെ സർഗാത്മശക്തിയുമായി ഒന്നിച്ചു ചേരുമ്പോൾ വിവിധ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. ഇത് തന്നെ വിശ്വാസത്തിലും നമുക്ക് കാണുവാൻ സാധിക്കും. മനുഷ്യൻ്റെ വിശ്വാസം അവൻ്റെ ഉള്ളിൽ തന്നെ തങ്ങി നിൽക്കുന്നതല്ല. അതിൽ നിന്നും അവൻ വിവിധ രീതിയിൽ തൻ്റെ വിശ്വാസം പ്രകടിപ്പിക്കുന്നു. കാരണം നമ്മൾ സാമൂഹ്യ ജീവികളാണ്. അപ്പോൾ ആ പ്രകടനത്തിൻ്റെ ഒരടയാളമാണ്, പ്രതീകമാണ് സഭയിൽ ഉയർന്നു വന്ന രൂപങ്ങളും അതുപോലെ തന്നെ ചിത്രങ്ങളും. പുരാതനമായ ഓരോ ചിത്രത്തിനും അതിൻ്റേതായ അർത്ഥമുണ്ട്, അതിൻ്റേതായ ഒരു വലിയ പാരമ്പര്യമുണ്ട്. ഈ ചിത്രങ്ങളിലൂടെ തന്നെ വിശ്വാസത്തെ മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നു. നമ്മൾ തന്നെ ഓർക്കുക, നമ്മൾ കുഞ്ഞായിരുന്നപ്പോൾ നമ്മുടെ അപ്പച്ചനും അമ്മച്ചിയും നമ്മുടെ കൈ പിടിച്ചുകൊണ്ട് ഇത് ഈശോമ്മ, ഇത് ഈശോപ്പൻ നമ്മളെ കാണിച്ചു തന്നിരുന്നു. അതിലൂടെയാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ തുടക്കം. പിന്നീട് നമ്മൾ അറിവ് പ്രാപിച്ചു വന്നപ്പോൾ ആ ചിത്രത്തിൽ നിന്നും നമ്മൾ ഉയർന്ന് വചനത്തിലേക്ക് കടക്കുന്നു. വായിക്കാൻ പറ്റുന്ന കാലത്ത് നമുക്ക് വായിക്കാൻ സാധിക്കും. ഉദാഹരണമായിട്ട് വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, നമ്മൾക്ക് വായിക്കാൻ സാധിക്കും. പക്ഷേ വായിക്കുവാൻ സാധിക്കാത്തൊരു വ്യക്തിക്ക് എങ്ങനെയത് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും? അത് ചിത്രത്തിലൂടെയാണ്.
ഇങ്ങനെ ചിത്രങ്ങളും രൂപങ്ങളും നമ്മുടെ സഭയിലേക്ക് കടന്നു വരികയാണ്. അത് നമ്മുടെ വിശ്വാസത്തെ അത് വളരെയധികം വളർത്തുവാൻ സഹായിക്കുന്നു. ഉദാഹരണമായിട്ട് നിങ്ങൾ നോക്കുക, ഇവിടെ നമ്മുടെ അടുത്ത് പരിശുദ്ധ അമ്മയുടെ ഒരു തിരുസ്വരൂപമുണ്ട്. അത് സാധാരണ ഫോട്ടോയിൽ കാണുന്ന നിത്യസഹായ മാതാവിൻ്റെ ഒരു രൂപമാണ്. ആ രൂപം വഴി, ആ രൂപത്തെ ദർശിക്കുമ്പോൾ, അല്ലെങ്കിൽ അവിടെ ഞാൻ കുമ്പിടുമ്പോൾ ഒരിക്കലും അതുണ്ടാക്കിയിരിക്കുന്ന വസ്തുവിനെ അല്ല ഞാൻ ചെയ്യുന്നത്, അതിൻ്റെ പിന്നിലുള്ള ആ ദിവ്യമായ യാഥാർത്ഥ്യത്തെയാണ്. അതുകൊണ്ടാണ് രൂപങ്ങളും ചിത്രങ്ങളും നമ്മളുടെ ഇടയിൽ പ്രചരിപ്പിക്കപ്പെടുന്നതും അതിലൂടെ നമ്മുടെ വിശ്വാസത്തെ വളർത്തുവാൻ അത് സഹായിക്കുന്നതും. ഇതുകൊണ്ടാണ് സഭ തന്നെ ഇതുപോലുള്ള കലാരൂപങ്ങളെയും ഗാനങ്ങളെയും ചിത്രകലയും എല്ലാം പ്രോത്സാഹിപ്പിക്കുന്നതും അത് സഭയിൽ വളർന്നു വരുന്നതും. ഒരു സംശയം ചോദിക്കട്ടെ അച്ഛാ, ചിത്രങ്ങളും കലാരൂപങ്ങളും തീർച്ചയായും ആത്മീയ ദർശനങ്ങൾ ഉളവാക്കാൻ നമ്മെ സഹായിക്കുന്നു. എന്നാൽ പല ആരാധനാലയങ്ങളിലും ഇതിന് അമിത പ്രാധാന്യം നൽകുന്നുണ്ട്. ഇത് ശരിയായ ഒരു പ്രവണതയാണോ? ശരിയാണ്. ചിത്രങ്ങൾ അതുപോലെ കലാരൂപങ്ങൾ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഒരു വാതായനം പോലെയാണ്. നമ്മളെ അത് വിശ്വാസ തലത്തിലേക്ക് കടത്തിവിടുന്നു. സഭ അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. ഇപ്പോഴാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഇതേപ്പറ്റി പറയുന്നൊരു വാക്യമുണ്ട്. അതിതാണ്: നൂറ്റാണ്ടുകളിലൂടെയുള്ള മറിയത്തോടുള്ള ഭക്തി ദൈവത്തിൻ്റെ മഹാദാനമാണ്. രക്ഷ ആഘോഷിക്കുന്ന വലിയ സമ്പത്തായ കീർത്തനങ്ങളെയും കവിതകളെയും കലാരൂപങ്ങളെയും പ്രചോദിപ്പിക്കുന്നു. അപ്പോൾ ഇത് സഭ തന്നെ പ്രേരിപ്പിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഇപ്പോൾ ചോദിച്ചതുപോലെ, അതായത് ചില ആരാധനാലയങ്ങളിൽ രൂപങ്ങൾക്കും അതുപോലെ തന്നെ ചിത്രങ്ങൾക്കും അമിതമായ പ്രാധാന്യം നൽകുന്നു. അത് സഭ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല. ആരാധനാലയത്തിൻ്റെ കേന്ദ്രബിന്ദു യേശുവാണ്, യേശുക്രിസ്തുവാണ്. ആ യേശുക്രിസ്തുവിലേക്കാണ് നമ്മെ എല്ലാവരെയും നയിക്കേണ്ടത്. എന്നാൽ ഈ ആരാധനാലയം നമ്മൾ പറയുമ്പോൾ, ഉദാഹരണമായിട്ട് നമ്മുടെ ദേവാലയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് അത് വിശുദ്ധ കുർബാനയാണ്. ആ ദേവാലയത്തിൽ, ആരാധനാലയത്തിൽ എന്ത് ഭക്തി കാര്യങ്ങൾ നടന്നാലും, ഏത് ചിത്രങ്ങൾ വെച്ചാലും അവസാനം അത് നമ്മെ യേശുവിലേക്കാണ് കൊണ്ടുചെന്നെത്തിക്കേണ്ടത്. അതുകൊണ്ട് യേശുവിന് കൊടുക്കുന്നതിൽ കൂടുതലായിട്ട് ഏതെങ്കിലും ആരാധനാലയത്തിൽ ചിത്രങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിൽ തെറ്റായ കാര്യമാണ്. അത് രണ്ടാം വത്തിക്കാൻ സിനോദോസും അതേപ്പറ്റി വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ നമ്മളുടെ സാധാരണ സ്വകാര്യമായ ഒരു മുറിയിൽ നമ്മൾ ചിത്രങ്ങൾ വയ്ക്കുന്നു, അത് നമ്മെ കൂടുതലായി ഭക്തി സാന്ദ്രതയിലേക്ക് നയിക്കുന്നു എങ്കിൽ അതിൽ ഒരു തെറ്റുമില്ല. അത് നമ്മളൊക്കെ മനുഷ്യരാണ്. ഞാൻ പറഞ്ഞല്ലോ, വിശ്വാസം എന്നത് നമ്മൾ ഹൃദയത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല, നമ്മുടെ ബുദ്ധിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല, യുക്തിക്ക് മാത്രം അത് വിശദീകരിക്കാവുന്ന ഒന്നുമല്ല. അതിന് ഒരു മാനുഷികമായ തന്നെ ഒരു ഭാഗ്യപ്രകടനമുണ്ട്. അതിലൂടെയാണ് അത് വളർത്തിയെടുക്കാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ പഞ്ചേന്ദ്രിയങ്ങൾ തന്നെ അതിനായി നമ്മൾ ഉപയോഗിക്കപ്പെടുന്നു. നമ്മുടെ കണ്ണുകൾ കൊണ്ട് നമ്മൾ കാണുന്നു, ചെവികൾ കൊണ്ട് കേൾക്കുന്നു, അധരങ്ങൾ കൊണ്ട് പാടുന്നു. ഈ പ്രവർത്തനത്തിലൂടെ നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുകയാണ്. അതിന് കലാരൂപങ്ങളും തിരുസ്വരൂപങ്ങളും നമ്മെ തീർച്ചയായിട്ടും സഹായിക്കും. അതൊരു വാതായനം മാത്രം, അതിൽ തന്നെ പൂർണ്ണത ഉള്ളതല്ല. നമ്മളെ സഹായിക്കുന്ന ചില ഉപകരണങ്ങൾ, ചില വേദികൾ, ചില വഴികൾ മാത്രമാണ്. അങ്ങനെയാണ് സഭ നമ്മെ പഠിപ്പിക്കുന്നത്, അത് ഉപയോഗിക്കുവാൻ നമ്മളോട് ആവശ്യപ്പെടുന്നതും. പക്ഷേ അമിതമായ പ്രാധാന്യം നാം കൊടുക്കരുത്. നമ്മളുടെ എല്ലാ കാര്യങ്ങളും ചെന്ന് നിൽക്കേണ്ടത് യേശുവിലാണ്, യേശു കേന്ദ്രീകൃതത്തിലാണ്. അച്ഛാ, എൻ്റെ കൂട്ടുകാർ എന്നോട് പലപ്പോഴും ചോദിക്കാനുള്ളൊരു ചോദ്യമാണ്, വിശുദ്ധ ഗ്രന്ഥത്തിൽ വിഗ്രഹാരാധന പൂർണ്ണമായിട്ടും നിരോധിച്ചിട്ടുണ്ട്. അത് നാം പുറപ്പാടിൻ്റെ പുസ്തകം 20 അധ്യായം 1 മുതൽ 4 വരെ കാണുന്നുണ്ട്. ദൈവം അരുൾ ചെയ്ത വചനങ്ങളാണിവ: അടിമത്തത്തിൻ്റെ ഭവനമായ ഈജിപ്തിൽ നിന്നും
നിന്നെ പുറത്തു കൊണ്ടുവന്ന ഞാനാണ് നിന്റെ ദൈവമായ കർത്താവ്. ഞാനല്ലാതെ വേറെ ദേവന്മാർ നിനക്കുണ്ടാകരുത്. മുകളിൽ ആകാശത്തിലോ താഴെ ഭൂമിയിലോ ഭൂമിക്കിടയിലോ ജലത്തിലുള്ള ഒന്നിൻ്റെയും പ്രതിമയോ സ്വരൂപമോ നീ നിർമ്മിക്കരുത്. അവയ്ക്ക് മുമ്പിൽ പ്രണമിക്കുകയോ അവയെ ആരാധിക്കുകയോ ചെയ്യരുത്. എന്തെന്നാൽ ഞാൻ നിന്റെ ദൈവമായ കർത്താവ് അസഹിഷ്ണുവായ ദൈവമാണ്. എന്നെ വെറുക്കുന്ന പിതാക്കന്മാരുടെ കുറ്റങ്ങൾക്ക് അവരുടെ മക്കളെ 3 തലമുറ 4 തലമുറ വരെ ഞാൻ ശിക്ഷിക്കും. എന്നാൽ വെച്ചാൽ നാം പലപ്പോഴും നമ്മുടെ വീടുകളിലും പള്ളികളിലുമൊക്കെ മാതാവിൻ്റെയും മറ്റും ചിത്രങ്ങളും മറ്റ് രൂപങ്ങളൊക്കെ വയ്ക്കാറുണ്ട്. ഇത് ശരിക്കും ഈ വിഗ്രഹാരാധനയായിട്ട് തോന്നാറില്ലേ? പുറപ്പാടിൻ്റെ പുസ്തകത്തിലെ ഈ വചനങ്ങളിലൂടെ ദൈവം വിഗ്രഹാരാധനയെ തീർച്ചയായും നിരോധിക്കുകയാണ് ആഗ്രഹിക്കുന്നില്ല. എന്നാൽ നാം ഒരു കാര്യം മനസ്സിലാക്കണം. പഴയ നിയമം എഴുതപ്പെടുന്നത് ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ ഓരോന്നിനും പ്രത്യേകമായ അർത്ഥത്തിലുമാണ്. എന്താണ് വിഗ്രഹം? ഇവിടെയാണ് ഇതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത്. വിഗ്രഹം എന്നത്, അതായത് സൃഷ്ടവസ്തുവിനെ ദൈവമായി ആരാധിക്കുക. അതായത് സൃഷ്ടവസ്തു കല്ലുകൊണ്ടോ ഇരുമ്പ് കൊണ്ടോ ലോഹം കൊണ്ടോ ഒരു ദേവതയുടെ പ്രതിമയുണ്ടാക്കി അതിനെ ആരാധിക്കുമ്പോഴാണ് അത് വിഗ്രഹാരാധന എന്ന് പറയുന്നത്. ഒരിക്കലും പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും വിഗ്രഹാരാധനയെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ലെന്ന് മാത്രമല്ല, അതിനെ നിരോധിച്ചിരിക്കുകയാണ്. പിന്നെ എന്താണ് നമ്മൾ രൂപവും ചിത്രവും മറ്റ് ഉപയോഗിക്കുന്നത്? നാം കാണുന്നുണ്ട് പഴയ നിയമത്തിൽ തന്നെ മോശ പ്രതീകങ്ങളെ ഉപയോഗിക്കുന്നു ഉപകരണങ്ങളായിട്ട്. ദൈവത്തിൻ്റെ ചില വെളിപാടുകളെ മനുഷ്യന് മനസ്സിലാക്കി കൊടുക്കുവാനും ദൈവത്തിൻ്റെ ചില കൃപാവരങ്ങളെ മനുഷ്യനിലേക്ക് എത്തിക്കുവാനുമായി ചില പ്രതീകങ്ങളെ നാം കാണുന്നുണ്ട്. ആ പ്രതീകത്തിൻ്റെ നല്ലൊരു ഉദാഹരണമാണ് സംഖ്യയുടെ പുസ്തകം. അത് 21-ാമത്തെ അധ്യായം 4-ാം വാക്യം മുതൽ. എബിനൊന്ന് വായിക്കാമോ? ഏദോം ചുറ്റിപ്പോകാൻ ഹോർ മലയിൽ നിന്ന് ചെങ്കടലിലേക്കുള്ള വഴിയെ അവർ യാത്ര പുറപ്പെട്ടു. യാത്രാമധ്യേ ജനം അക്ഷമരായി. ദൈവത്തിനും മോശയ്ക്കുമെതിരായി അവർ സംസാരിച്ചു. ഈ മരുഭൂമിയിൽ മരിക്കാൻ നീ ഞങ്ങളെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നത് എന്തിന്? ഇവിടെ അപ്പമോ വെള്ളമോ ഇല്ല. വിലകെട്ട ഈ അപ്പം തിന്ന് ഞങ്ങൾ മടുത്തു. അപ്പോൾ കർത്താവ് ജനത്തിൻ്റെ ഇടയിലേക്ക് ആഗ്നേയ സർപ്പങ്ങളെ അയച്ചു. അവയുടെ ദംശനമേറ്റ് ഇസ്രായേലിൽ വളരെ പേർ മരിച്ചു. ജനം മോശയുടെ അടുക്കൽ വന്ന് പറഞ്ഞു, അങ്ങേക്കും കർത്താവിനുമെതിരായി സംസാരിച്ച് ഞങ്ങൾ പാപം ചെയ്തു. ഈ സർപ്പങ്ങളെ പിൻവലിക്കാൻ കർത്താവിനോട് പ്രാർത്ഥിക്കണമേ. മോശ ജനത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഒരു പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി വടിയിൽ ഉയർത്തി നിർത്തുക. ദംശനമേൽക്കുന്നവർ അതിനെ നോക്കിയാൽ മരിക്കുകയില്ല. മോശ പിച്ചള കൊണ്ട് ഒരു സർപ്പത്തെ ഉണ്ടാക്കി അതിനെ വടിയിൽ ഉയർത്തി നിർത്തി. ദംശനമേറ്റവർ പിച്ചള സർപ്പത്തെ നോക്കി അവർ ജീവിച്ചു. ഇവിടെ കാണുന്നത് മോശ വഴി ദൈവം ഒരു കൽപ്പന നൽകുന്നു, പിച്ചള സർപ്പത്തെ ഉണ്ടാക്കുന്നു. അതൊരു പ്രതീകമാണ്. അപ്പോൾ ആ പ്രതീകത്തെ നോക്കുന്നവർക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിക്കുന്നു. ആ കൃപ വഴി അവർ രക്ഷപ്പെടുന്നു. ഇതാ അപ്പോൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പ്രതീകങ്ങളും അടയാളങ്ങളും ഉപയോഗിക്കുന്നതായി കാണുന്നു, ദൈവകൃപാവരത്തിൻ്റെ ചാനലുകളായിട്ട്. അപ്പോൾ അത്രമാത്രമേ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു രൂപത്തിനോ ചിത്രത്തിനോ സ്ഥാനമുള്ളൂ. ഇനി വീണ്ടും വിഗ്രഹാരാധന. യഥാർത്ഥത്തിൽ എന്താണ് വിഗ്രഹാരാധന? വിഗ്രഹം എന്താണെന്ന് ഞാൻ പറഞ്ഞു. ഒരു വസ്തുവിന് ദൈവത്തിൻ്റെ സ്ഥാനം കൊടുക്കുന്നതിനാണ് വിഗ്രഹം എന്ന് പറയുന്നത്. ഇപ്പോൾ പരിശുദ്ധ അമ്മയുടെ ഒരു രൂപം ഇവിടെയുണ്ട്. പരിശുദ്ധ അമ്മയുടെ ചിത്രം നമ്മുടെ കയ്യിലുണ്ട്. ഇതിന് നമ്മൾ ഒരിക്കലും ദൈവത്തിൻ്റെ ഒരു സ്ഥാനം കൊടുക്കുന്നില്ല. എന്നാൽ ആ ചിത്രം വഴി, ആ രൂപം വഴി, കാരണം ഇതിന് രൂപം എന്നാണ് പറയുന്നത്, ഇമേജ്, അതിൻ്റെ പിന്നിലുള്ള യാഥാർത്ഥ്യത്തിൻ്റെ പ്രതിരൂപമാണ് ഇത്. ഈ രൂപം വഴി ആ യാഥാർത്ഥ്യത്തിലേക്ക് കടന്നു ചെല്ലുന്നു. ഇപ്പോൾ ഉദാഹരണം മാതാവിൻ്റെ ഈ ചിത്രം കാണുമ്പോൾ അവിടെ നാം രക്ഷാകര കർമ്മത്തിൻ്റെ ആ പ്രധാന
സംഭവത്തിലേക്കെല്ലാം കടന്നു ചെല്ലുകയാണ്. മേരി അവിടെ യേശു സ്വന്തം കൈകളിൽ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. ആ യേശുവിൻ്റെ തലയിലൊരു കിരീടമുണ്ട്. ആ കിരീടം സ്വർഗീയ രാജകുമാരൻ്റെതാണ്. മേരിയുടെ തലയിൽ ഒരു കിരീടമുണ്ട്, സ്വർഗീയ രാജ്ഞിയുടേതാണ്. അപ്പോൾ ഈ ചിത്രത്തിലൂടെ, ഈ രൂപത്തിലൂടെ വലിയൊരു രക്ഷാകര രഹസ്യത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലാൻ നമ്മെ സഹായിക്കുന്നു. അതുകൊണ്ടാണല്ലോ പറയുന്നത്, ഒരു ചിത്രത്തിന് 1000 വാക്കുകൾ ഉൾക്കൊള്ളുന്നു. ഒരു ചിത്രം 1000 വാക്കുകൾ ഉൾക്കൊള്ളുന്നു, അതിൽ കൂടുതലും. ഇതാണ് ചിത്രത്തിൻ്റെയും രൂപത്തിൻ്റെയും പ്രത്യേകമായ ദൗത്യം എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി എന്താണ് യഥാർത്ഥത്തിലുള്ള വിഗ്രഹാരാധന? പുതിയ നിയമത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അവിടെ പൗലോസ്ലീഹ പറയുന്നുണ്ട്, ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ യഥാർത്ഥത്തിലുള്ള വിഗ്രഹം എന്താണ്? അത് മനുഷ്യൻ്റെ പുറത്തല്ല, മനുഷ്യൻ്റെ ഉള്ളിലുള്ളതാണ്. അതാണ്. ആ വിഗ്രഹത്തെ ആരാധിക്കാൻ പാടില്ല, അവയെ നശിപ്പിക്കണമെന്ന് തന്നെയാണ് പറയുന്നത്. ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 5-ാം അധ്യായം ഒന്ന് വായിക്കാമോ? വാക്യം 17 മുതൽ. നിങ്ങളോട് ഞാൻ പറയുന്നു, ആത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് വ്യാപരിക്കുവിൻ. ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത്. എന്തെന്നാൽ ജഡമോഹങ്ങൾ ആത്മാവിന് എതിരാണ്, ആത്മാവിൻ്റെ അഭിലാഷങ്ങൾ ജഡത്തിനും എതിരാണ്. അവ പരസ്പരം എതിർക്കുന്നതും നിമിത്തം ആഗ്രഹിക്കുന്നത് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കാതെ വരുന്നു. ആത്മാവ് നിങ്ങളെ നയിക്കുന്നുവെങ്കിൽ നിങ്ങൾ നിയമത്തിന് കീഴിലല്ല. ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം. അവ വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം, അസൂയ, കോപം, മാത്സര്യം, ഭിന്നത, വിഭാഗീയ ചിന്ത, വിദ്വേഷം, മദ്യപാനം, മധുരോത്സവം ഇവയും ഈ ദൃശ്യമായ മറ്റു പ്രവൃത്തികളുമാണ്. അപ്പോൾ ഇവിടെ പൗലോസ്ലീഹ വിഗ്രഹത്തെ കൊണ്ടുവരുന്നത് ജഡത്തിൻ്റെ ഒരു വ്യാപാരമായിട്ടാണ്. ജഡത്തിൻ്റെ വ്യാപാരം അത് ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്നതാണ്, തിന്മയുടേതാണ്. ഇനി ആ വിഗ്രഹം എന്താണെന്ന് വീണ്ടും പൗലോസ്ലീഹ കൊളോസ്യക്കാർക്ക് ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. അജയ് ഒന്ന് വായിക്കാമോ? കൊളോസ്യർ 3:5 മുതൽ. അതുകൊണ്ട് നിങ്ങളിൽ ഭൗമികമായിട്ടുള്ളതെല്ലാം അസന്മാർഗികത, അശുദ്ധി, മനക്ഷോഭം, ദുർവിചാരങ്ങൾ, വിഗ്രഹാരാധന തന്നെയായ ദ്രവ്യാസക്തി ഇവയെല്ലാം നശിപ്പിക്കുവിൻ. ഇവ നിമിത്തം ദൈവത്തിൻ്റെ ക്രോധം വന്നു ചേരുന്നു. നിങ്ങളും ഒരിക്കൽ അവയ്ക്ക് അനുസൃതമായി ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ അവയെല്ലാം ദൂരെ എറിയുവിൻ. അമർഷം, ക്രോധം, ദുഷ്ടത, ദൈവദൂഷണം, അശുദ്ധ ഭാഷണം തുടങ്ങിയവ വർജിക്കുക. ഇവിടെയാണ് പൗലോസ്ലീഹ എന്താണ് യഥാർത്ഥത്തിലുള്ള വിഗ്രഹ ആരാധന എന്ന് പറയുന്നത്. വിഗ്രഹ ആരാധന തന്നെയായ ദ്രവ്യാസക്തി. ഈ ദ്രവ്യാസക്തിയിൽ നിന്നാണ് സകല പാപങ്ങളും ഉടലെടുക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ബൈബിൾ അടിസ്ഥാനത്തിൽ വിഗ്രഹം എന്ന് പറയുമ്പോൾ മനുഷ്യൻ്റെ ഉള്ളിലുള്ള തിന്മയുടെ ശക്തിയാണ്. അതിനെ തീർച്ചയായിട്ടും ദൈവം നിരോധിക്കുന്നു. എന്നാൽ നമ്മളുടെ വിശ്വാസത്തിൽ നമ്മൾ ഒരു രൂപം വണങ്ങുമ്പോൾ, ബഹുമാനിക്കുമ്പോൾ അത് ഒരു വിഗ്രഹാരാധനയല്ല. അതിൻ്റെ പിന്നിലുള്ള ആ യാഥാർത്ഥ്യത്തെ, നിത്യം സത്യത്തെ നമ്മൾ സ്വീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുകയാണ്. സഭയുടെ ആരംഭഘട്ടത്തിൽ ഇതേപ്പറ്റി വളരെയധികം തർക്കമുണ്ടായിരുന്നു. അപ്പോൾ വിശുദ്ധ ബേസിലാണ് ഈ ഒരു സത്യം സഭയിലേക്ക് കൊണ്ടുവരികയും പിന്നീട് 787 നിക്യ സുനോദോസിൽ വെച്ച് ഇതിനെ സഭ അംഗീകരിക്കുകയും ചെയ്തത്. അതായത് ഒരു രൂപത്തെ വണങ്ങുമ്പോൾ, ഒരു ചിത്രത്തെ വണങ്ങുമ്പോൾ അത് ആ ചിത്രത്തെയല്ല, അതുണ്ടാക്കിയ ആ വസ്തുവിനെയല്ല, അതിൻ്റെ പിന്നിലുള്ള നിത്യസത്യത്തെയാണ് നാം വണങ്ങുകയും നമ്മൾ ബഹുമാനിക്കുകയും ചെയ്യുന്നത്. ഇത് നമുക്ക് തന്നെ അറിയാം. ഒരു ഗാന്ധിയൻ പ്രതിമ നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ദിനം കൊണ്ടുപോയി പൂമാലയിടുന്നു. ആ പ്രതിമ ഉണ്ടാക്കിയിരിക്കുന്ന മാർബിളിനല്ല ആ മാലയിടുന്നത്. പ്രത്യുത നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയെ ബഹുമാനിക്കുന്നതിൻ്റെ ഒരു അടയാളമായിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത്? ഞാനൊരിക്കൽ പറയുകയുണ്ടായി, നമ്മുടെ വിശ്വാസം നമ്മൾ മനസ്സിലാക്കുന്നതും നമ്മുടെ വിശ്വാസം നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്നതും
അത് അടയാളങ്ങളിലൂടെയും പ്രതീകങ്ങളിലൂടെയാണ്. കാരണം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് അടയാളവും പ്രതീകവും മനസ്സിലാക്കുവാനും അടയാളത്തിലൂടെയും പ്രതീകങ്ങളിലൂടെയും തന്നെ പ്രദർശിപ്പിക്കുവാനും മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുവാനുമാണ്. ഇത് തന്നെയാണ് വിശ്വാസത്തിലും വരുന്നത്. അപ്പോൾ വിശ്വാസത്തിൻ്റെ ഒരു പ്രകടനമാണ്, വിശ്വാസത്തിലേക്ക് നമ്മളെ നയിക്കുന്ന ഒരു ചാനലാണ് ഈ കലാരൂപങ്ങൾ, അതുപോലെ തന്നെ ചിത്രങ്ങൾ. അതിനെല്ലാം പിന്നെ പ്രത്യേകിച്ച് അർത്ഥം. ഉദാഹരണമായിട്ട് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു ചിത്രമുണ്ട്. ഇതാണ് റോസ മിസ്റ്റിക്ക. ഈ റോസ മിസ്റ്റിക്ക ഇതിനും ഒരു ചരിത്രമുണ്ട്. ഈ അടുത്ത കാലത്ത് ഇറ്റലിയിലാണ് ഇതിൻ്റെ ആരംഭം. ഇവിടെ നിങ്ങൾ കാണുന്നുണ്ട് 3 റോസ പുഷ്പങ്ങൾ. ഈ 3 വെള്ള, ചുമന്നത്, അതുപോലെ തന്നെ സ്വർണ്ണ നിറം. ഈ ചിത്രത്തിന് ഇതിൻ്റേതായ അർത്ഥമുണ്ട്. മേരിയുടെ റെവലേഷൻ, മേരി വെളിപ്പെടുത്തിയനുസരിച്ച് മേരി പറയുന്നത് അത് പ്രാർത്ഥനയുടെയും പരിഹാരത്തിൻ്റെയും പ്രായശ്ചിത്തത്തിൻ്റെയും അടയാളമാണ്. വെള്ളപുഷ്പം അത് പ്രാർത്ഥനയെ സൂചിപ്പിക്കുന്നു, ചുമന്നത് അത് പരിഹാരത്തെ സൂചിപ്പിക്കുന്നു, അതുപോലെ തന്നെ സ്വർണ്ണം നിറം അത് നമ്മുടെ പ്രായശ്ചിത്തം. എന്നിട്ട് അമ്മ പറയുകയാണ്, പ്രാർത്ഥനയിലൂടെയും പരിഹാരത്തിലൂടെയും അതുപോലെ തന്നെ നമ്മുടെ പ്രായശ്ചിത്തത്തിലൂടെയും മാത്രമാണ് ലോകത്തെ രക്ഷിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ചിത്രം കാണുന്ന ഒരു വ്യക്തിക്ക് അപ്പോൾ ഓർമ്മ വരുന്നത്, എൻ്റെ ജീവിതത്തിലും ഞാൻ പ്രാർത്ഥിക്കണം, ഞാൻ പരിഹാരം അനുഷ്ഠിക്കണം, ഞാൻ എൻ്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യണം. അപ്പോൾ ചിത്രങ്ങൾ നമ്മെ നിത്യസത്യത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നു എന്നുള്ള ചാനലാണ്. ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കുമായിരിക്കാം, ഈ രൂപം ആവശ്യമുണ്ടോ, ഈ ചിത്രം ആവശ്യമുണ്ടോ നമ്മുടെ വിശ്വാസവർദ്ധനയ്ക്ക്? ഒരാവശ്യവുമില്ല, അത് നിർബന്ധമില്ല. നിങ്ങൾ ഇതിൽ വിശ്വസിച്ചില്ലെങ്കിൽ ഒന്നും സംഭവിക്കാനും പോകുന്നില്ല. പക്ഷേ ഒരു മനുഷ്യൻ എന്ന നിലയിൽ എന്നെ ഇത് സഹായിക്കുമെങ്കിൽ ഞാനിത് ഉപയോഗിക്കുന്നു. ഈ മാതാവിൻ്റെ ചിത്രം മാതാവിൻ്റെ ആ നിത്യരഹസ്യങ്ങളിലേക്ക് എത്തിക്കാൻ ഇതെന്നെ സഹായിക്കുമെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് ഉപയോഗിച്ചുകൂടാ? ഞാൻ ഉപയോഗിക്കുന്നു, അമ്മയെ ഓർക്കുവാൻ. ഇതാണ് ചിത്രത്തിൻ്റെയും രൂപത്തിൻ്റെയും പ്രാധാന്യം നമ്മുടെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് വിശ്വാസ ജീവിതത്തിൽ. നാം കണ്ടത് ആത്മീയ ദർശനങ്ങളെ ഉൾക്കൊള്ളുവാൻ ചിത്രങ്ങളെയും കലാരൂപങ്ങളെയും സഭ ആരംഭം മുതൽ ഉപയോഗിക്കുന്നുണ്ട്. അതിലൂടെയാണ് നമ്മുടെ തന്നെ വിശ്വാസം വർദ്ധിച്ചു വരുന്നത്. ഒരു കുഞ്ഞായിരിക്കുമ്പോൾ മുതൽ നമ്മൾ ഈ ഒരു സഹായം എപ്പോഴും തേടുമായിരുന്നു. അങ്ങനെയാണ് നമ്മളെ അപ്പച്ചനും അമ്മച്ചിയും വളർത്തിക്കൊണ്ട് വന്നതും. അപ്പോൾ ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം നാം മനസ്സിലാക്കുക. അത് രൂപവും അതുപോലെ തന്നെ കലാരൂപങ്ങളും നമ്മളെ ദൈവത്തെങ്കിലേക്ക്, അതല്ലെങ്കിൽ നിത്യസത്യത്തിലേക്ക്, ആത്മീയ ദർശനങ്ങളിലേക്ക് നമ്മെ നയിക്കുന്നു. ആ ഒരർത്ഥത്തിൽ നമുക്കതിനെ എടുക്കാം. ഇതൊരു വിഗ്രഹമല്ല, വിഗ്രഹ ആരാധനയല്ല, പ്രത്യുത എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കുവാനുള്ള ഒരു സഹായി മാത്രമാണ്. അതുകൊണ്ട് നമ്മൾ ആ ഒരർത്ഥത്തിൽ ചിത്രത്തെയും രൂപത്തെയും ബഹുമാനിക്കുകയും നമ്മൾ വണങ്ങുകയും ചെയ്യുന്നു. അതിനായി നമുക്ക് പരിശ്രമിക്കാം. ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഹൃദയമായ നന്ദി പറയുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മളോടുകൂടി ഉണ്ടായിരിക്കുവാൻ. പരിശുദ്ധ അമ്മയുടെ സംരക്ഷണവും മധ്യസ്ഥയും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഉണ്ടായിരിക്കട്ടെ. എല്ലാവർക്കും നന്ദി. ഹൃദയം തകർന്നു വിളിക്കുമ്പോൾ അരികിൽ വരും അമലോത്ഭവയാമമ്മ. മിഴിനീരൊപ്പിത്തഴുകിത്തലോടും അനവദ്യ സ്നേഹമമ്മ. ഹൃദയം തകർന്നു വിളിക്കുമ്പോൾ അരികിൽ വരും അമലോത്ഭവയാമമ്മ. മിഴിനീരൊപ്പിത്തഴുകിത്തലോടും അനവദ്യ സ്നേഹമമ്മ. ആപത്തിലുലയാതെ താങ്ങായി വരും പാരിൻ സഹരക്ഷയമ്മ. പാപ
ലൂലയാതെ തുണയായി വരും പരിശുദ്ധ കന്യയാണമ്മ. പരിശുദ്ധനേശുവിൻ തിരുസന്നിധിയിൽ മാധ്യസ്ഥ്യമേകുന്നോരമ്മ. മക്കളെ കാക്കുന്ന മരിയാമ്പിക ഹൃദയം തകർന്നു വിളിക്കുമ്പോൾ അരികിൽ വരും അമലോത്ഭവയാമമ്മ. മിഴിനീരൊപ്പിത്തഴുകിത്തലോടും അനവദ്യ സ്നേഹമമ്മ. ഹൃദയം തകർന്നു വിളിക്കുമ്പോൾ അരികിൽ വരും അമലോത്ഭവയാമമ്മ. മിഴിനീരൊപ്പിത്തഴുകിത്തലോടും അനവദ്യ സ്നേഹമമ്മ.